ഫണ്ണായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത് ഒട്ടുമിക്ക എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ രസകരമായ സംഭവങ്ങളൊക്കെ കണ്ടിരുന്ന് ചിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും ചിരിപ്പിക്കുന്ന, നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാവുന്ന വളരെ രസകരമായ ധാരാളം സംഭവങ്ങളുമായിട്ടാണ് ഫണ്ണിയസ്റ്റ് മൊമെന്റ് സീരീസിലെ ഈ പാർട്ടുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഈ സംഭവത്തിൽ നമുക്ക് കാണാം, നല്ല ഹൈറ്റുള്ള പ്ലാവിൽ നിന്ന് ചക്കയിടാൻ നേരത്തെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ടാർപോലിൻ ഷീറ്റൊക്കെ വിരിച്ച് നിൽക്കുകയാണ് ഈ ചേട്ടന്മാർ. അപ്പോൾ ഇനി എന്താവുമെന്ന് നോക്കാം. പുള്ളിയുടെ കാൽക്കുലേഷൻസ് ചെറുതായെന്ന് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് കാണാം, വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായി ആകെ സീനായി ഫയർഫോഴ്സ് ഒക്കെ വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇത്രയും വലിയ സംഭവമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും തൊട്ടപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. ഇനി വാശിയേറിയ ഒരു കബഡി മത്സരമാവാം. ഇനി ഒരു എക്സാമിലെ ക്വസ്റ്റ്യൻ നമുക്കിവിടെ കാണാം. വിവിധ തരം മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ ഒരുത്തൻ അതിന് ഉത്തരം എഴുതിയിട്ടുണ്ട്, പക്ഷെ 4 എഴുതിയപ്പോൾ പിന്നെ ബാക്കി അവൻ മറന്നുപോയി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, അറിയാവുന്ന പതി വെച്ച് അവൻ അങ്ങ് എഴുതി. സ്ലൈഡിലൂടെ ഉതിർന്നിറങ്ങുന്നതൊക്കെ പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ സ്ലൈഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൊതുവെ പാർക്കിലൊക്കെ പോകണമെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ കൊടൂര സാഹസികന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ബൈക്ക് മാത്രം മതി. നമുക്കറിയാം, ഇപ്പോൾ ഒരു കല്യാണമൊക്കെ നടക്കുമ്പോൾ വധുവിന്റെയും വരന്റെയും ഫ്രണ്ട്സ് അത് നന്നായിട്ട് ആഘോഷിക്കും. അത്തരത്തിൽ ചെറിയൊരു ആഘോഷം കാണാം. എന്തായാലും ഇനി മറ്റൊരു വിവാഹ വിശേഷം കൂടി കാണാം. പാവം, കല്യാണത്തിന്റെ തിരക്കിലൊക്കെ പെട്ട് 2 ദിവസം പട്ടിണിയായിരുന്നെന്ന് തോന്നുന്നു. മൃഗങ്ങളെയൊക്കെ കളിപ്പിക്കാൻ നോക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടേക്കാം. ഇതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. എന്തായാലും ചേച്ചിയുടെ കയ്യിൽ അരിവാളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേട്ടാൽ കേൾക്കുന്നവർക്ക് തന്നെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന അത്ര ഗംഭീരമായ ചളിയെടുക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ചിലരെ കാണാം. സിമ്മ്, പൂള്, സ്വിമ്മിംഗ് പൂള് പോവാനവിടെ. പിന്നെന്താ കല്ല്? പിന്നെന്താ? വെറും കല്ലല്ല, പിന്നെ സ്പേസിലെ കല്ല്. ഉറങ്ങിക്കിടക്കുന്ന തങ്ങളുടെ സുഹൃത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഒരു കൂട്ടം സുഹൃത്തുക്കൾ.
പാർട്ടി പോപ്പർ ആ ചേട്ടന്റെ മുഖത്ത് തന്നെ ചെന്ന് പൊട്ടിയപ്പോൾ ആ ചേച്ചിയുടെ ഒരു സന്തോഷം. പല ക്രിക്കറ്റ് മത്സരങ്ങളിലും നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള ഫീൽഡിങ്ങുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വളരെ മികച്ചൊരു ഫീൽഡിംഗ് ആണ് ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത്. കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് മുങ്ങിത്തപ്പിയാൽ പുള്ളിക്കാരിയെ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വ്യക്തി ഓൺലൈനായിട്ട് ഒരു ക്യാമറ ലെൻസ് ഓർഡർ ചെയ്തു. പക്ഷെ ഡെലിവറി വന്ന സാധനം കയ്യിൽ കിട്ടിയപ്പോൾ I just got this new camera lens from AliExpress and it's looking kind of good and it... ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുണ്ട്, എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 87 14 22 69 83 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അത് എന്നെ പ്രണയിക്കാൻ താല്പര്യമുള്ളവർ. അപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറാണ്. സോ താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക. ഈ വഴിയെ കിടന്ന വള്ളിയെടുത്ത് മേലിൽ ചുറ്റുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലത്തെ ഒരു സംഭവം കണ്ടോളൂ. جدا شوي هات بط അടുത്തതായി നമ്മളിവിടെ കാണുന്ന ഈ വ്യക്തി ഒരു യോഗ വിദഗ്ധനാണ്. എന്നിട്ട് പുള്ളി അതുവഴി പോയ കുറച്ച് ആളുകളോട് പറഞ്ഞു നല്ല വെറൈറ്റി കുറച്ച് യോഗാസനങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പൊ എന്തായാലും കണ്ടു നോക്കൂ. ഇനി വളരെ അക്ഷരാഭ്യാസമുള്ളൊരു പയ്യന്റെ കലാവിരുത് നമുക്ക് കാണാം. ഇതെന്തൊക്കെയാണ് കൂടുതൽ നീ എഴുതി വെച്ചേക്കണേ? ഇത് ആദ്യം എഴുതിയത് ഐസ്ക്രീം, പിന്നെ ബർഗർ, പിസ്സ. അതെ, ഐസ്ക്രീമിന് ഇങ്ങനെ എഴുതിയത് എന്തായാലും നല്ല രസമുണ്ട്. ബർഗർ, പിസ്സ. ഞാൻ ഇതൊക്കെ അതിന്റെ സൗണ്ട് വെച്ചിട്ടാണ് എഴുതിയത്, മനസ്സിലായ? ഇനി വളരെ നല്ലൊരു പ്രാങ്ക് കൂടി കണ്ട ശേഷം ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഹലോ, ഞാൻ കടയുടെ ഫ്രണ്ട് ഉണ്ട്. എത്ര നേരമായി ഷോപ്പിങ്ങിന് കയറിയിട്ട്? എത്രയെന്ന് പറഞ്ഞ് പോസ്റ്റാണ്. വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവരുമ്പോ ഒരു രക്ഷയില്ല. അത് പോസ്റ്റായി നിൽക്കാണോ? ആണോ? നമ്മൾ എവിടെയാ കണ്ട് നല്ല പരിചയമുണ്ട് മാമ. ലപ്ലി മുടുക്കിലുള്ളതാണ്, വള്ളക്കടവ് ലപ്ലി മുടുക്കില്. നിക്കറും ലാപ്പീസ് എന്ന് പറയുന്ന രണ്ട് സാധനമുണ്ട്. ലാപ്പീസ് ലെപ്ലോപ്ലോപ്ല എന്ന് പറയുന്ന സാധനം മേടിക്കാൻ വേണ്ടി കയറ്റി വിട്ടാണ് ഞാന്. 100 സാധനം നോക്കും. അതെ, അടുക്കി വെച്ചിരിക്കുന്ന സാധനം എല്ലാം വാരി എടുത്തു. അവർക്ക് കടയിൽ നിൽക്കുന്നവർക്ക് ബക്കറി അടിക്കൂലേ? എന്റെ വാപ്പ പണ്ട് അമേരിക്കയില് കോഴിക്കച്ചവടം ഉണ്ടായിരുന്നു. പിന്നെ അത് പൂട്ടേണ്ടി വന്നു. കോഴി പിന്നെ അവസാനം ഈ താറാവുമായിട്ടൊക്കെ കണക്ഷൻ വന്ന് മുട്ട രണ്ടും കൂടെ വേറെ രീതിയിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിർത്തേണ്ടി വന്നു. അങ്ങനെ ഇവിടെ വന്ന് ഇപ്പൊ സെറ്റിൽഡ് ആണ്. ബിസിനസ് ഇവിടെ ഫാമുണ്ട് നമുക്ക്. പാമ്പിന്റെ ഫാം. പാമ്പിന്റെ അതായത് പാമ്പിന് മുട്ട വരുമല്ലോ, ആ മുട്ട ഇവിടെ നിന്ന് നമ്മൾ കയറ്റി അമേരിക്ക ആ സൈഡിൽ അയച്ചു കൊടുക്കും. നിയമപരമായിട്ട് ലൈസൻസ് എടുത്തിട്ട് കള്ളത്തരത്തിലൂടെ ചെയ്യാം. എല്ലാ ഐറ്റവും ഇല്ല. ചെറിയ ചേര, നോനാണി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നോനാണി കേട്ടിട്ടുണ്ടോ? നോനാണി വലിയ വിഷമൊന്നുമില്ല.
അത് ചെറുതായിട്ടൊന്ന് തടവി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ വരും. ചുമ്മാ ഞാൻ പറ്റിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ക്യാമറ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.